കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹ വന്ദനം. ക്രിസ്തുവിൽ ധന്യരായിരിക്കുന്ന അടുത്തും അകലെയുമായി ശ്രമിക്കുന്ന എല്ലാ സ്നേഹമുള്ള വിശ്വാസികൾക്കും ഇമ്മാനുവേൽ പ്രെയർ മിഷൻ്റെ ഉറവെന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൽ അനുഗ്രഹീതരായ എൻ്റെ സഹാവിശ്വാസികളെ, പലയിടങ്ങളിലായി ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ യാത്ര ചെയ്യുകയും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുകയും അതോടൊപ്പം നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നൽകുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കും നല്ല പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. അല്പസമയത്തെ ചിന്തകൾക്കായിട്ടൊരു തിരുവചന ഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. 92-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 6-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യമാണ്. 5-6 വാക്യങ്ങളാണ്. അതിൽ 5-ാമത്തെ വാക്യം: യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയതാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായത് തന്നെ. നമുക്കെല്ലാവർക്കും വളരെ പരിചയസമ്പന്നമായ ഒരു വാക്യശകലമാണ്. സങ്കീർത്തനങ്ങളിൽ നമുക്ക് ലഭിക്കപ്പെടുന്ന ആത്മീയമായിരിക്കുന്ന ഉണർവുകൾ, ചിന്തകൾ, അതിൻ്റെ മാറ്റങ്ങൾ, അതിലൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന ആത്മീയമായിരിക്കുന്ന അഭിവൃദ്ധി, നമുക്ക് ലഭിക്കപ്പെടുന്ന ആത്മീയമായ ദർശനം, അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്, അതൊരു വലിയ നന്മയാണ്. അതുകൊണ്ട് ദൈവ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ അനുദിനം ബലപ്പെടുത്തുന്നത്. കാരണം പ്രശ്ന സങ്കീർണതകൾ നിറഞ്ഞ ഒരു ലോകമാണ്, കോവിഡിൻ്റെ ഒരു കാലഘട്ടമാണ്, സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടമാണ്, മാനുഷികമായ നിലയിൽ മനുഷ്യനെല്ലാം വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടങ്ങളിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന്. കാരണം നീ എൻ്റെ സങ്കേതമായും നീ എൻ്റെ കോട്ടയായും നീ എൻ്റെ ഉറവിടമായും നീ എനിക്ക് ഗോപുരമായും നീ എനിക്ക് സകലതുമായതുകൊണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ദൈവത്താൽ കഴിയാത്ത കാര്യങ്ങളില്ല, അതുകൊണ്ട് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുകയും ചെയ്യും. അവൾ ജീവിതത്തിൽ ഒരുപാട് പ്രയാസ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ വചനമാണ് ഒരാശ്വാസമായിട്ട് എപ്പോഴും നിലകൊള്ളുന്നത്. അതുകൊണ്ട് ദാവീദ് ഇവിടെ പറഞ്ഞത്, യഹോവേ, നിന്റെ പ്രവർത്തികൾ ഇത്ര വലിയതായിരിക്കുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതമാകുന്ന ഈ മരുഭൂമിയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്, വലിയ നന്മകൾ ചെയ്തിട്ടുണ്ട്, നല്ല വഴികളെ തുറന്നിട്ടുണ്ട്, നല്ല മാർഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, നീ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയോടുകൂടെ അടുത്ത് വരികയാണ്. മാനുഷികമായ നിലയിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ മനുഷ്യനായിരിക്കുമ്പോൾ, കുടുംബമായിരിക്കുമ്പോൾ, കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ സമാധാനത്തിനായി ദൈവികമായ വചനത്തിൻ്റെ ആ സത്യങ്ങളിലേക്ക് കടന്നു വന്ന് അതിൽ ആശ്രയിക്കുകയാണ്. കാരണം വചനമാണ് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടത്, വചനമാണ് നമ്മൾ സ്ഥിരപ്പെടുത്തേണ്ടത്. പാട്ട് എപ്പോഴും നമുക്ക് പാട്ട് കേൾക്കാം, പാട്ട് പാടാം, പക്ഷെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് അധികമായി ശ്രദ്ധയോടെ കൈക്കൊള്ളണം.
കേട്ടത് അധികം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് അത് കേട്ടത് ശ്രദ്ധയോടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് വേരൂന്നണം എന്നാണ്. വചനത്തിൽ വേരൂന്നണം എന്നാണ്. മനക്ലേശങ്ങളുടെ നടുവിൽ നമ്മെ നിലനിർത്തുന്ന, നമ്മെ നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ആ വചനത്തിൻ്റെ മുൻപിലേക്ക് നാം കടന്നു വരികയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് യാക്കോബ് ഏറിയ വർഷങ്ങൾ തൻ്റെ മകന് വേണ്ടി കാത്തിരുന്നു. നഷ്ടപ്പെട്ടു പോയ മകൻ, മരിച്ചെന്ന് പറഞ്ഞ മകൻ മടങ്ങി വരില്ല എന്ന് കരുതിയ ഒരു കാലഘട്ടത്തിൽ ആ അപ്പൻ ആ മകൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരുന്നു. കാരണം ഒരു ദർശനമാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അബ്രഹാമിനോടുള്ള വാഗ്ദത്തം 3-ാം തലമുറയിലേക്ക് കടന്നു വന്നപ്പോൾ അത് നടക്കുമെന്ന് യാക്കോബ് വിശ്വസിച്ചു. അങ്ങനെ തന്നെ നടക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിച്ചു. അങ്ങനെയെങ്കിൽ ഇത് പകൽക്കാലം നാം നടക്കുമെന്ന് വിശ്വസിച്ചാൽ ദൈവം നാം നടത്തി തരിക തന്നെ ചെയ്യും. അത് അത്ഭുതവും അനുഗ്രഹവുമായി തരിക തന്നെ ചെയ്യും. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കണം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, സമാധാനമായി യേശു അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. അതെത്രയോ ആനന്ദകരമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് നിന്റെ പ്രവർത്തികൾ വലിയതാകുന്നു. സ്തോത്രം. വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായിട്ട് 1-2 വേദഭാഗങ്ങൾ ഞാൻ ശ്രദ്ധയിലേക്ക് പെടുത്താം. അതിനാധാരമായിട്ട് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 38-ാമത്തെ വാക്യം. അവിടെ ഏലിയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, ഇസ്രായേലിൻ്റെ മധ്യസ്ഥൻ, ജനങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന വ്യക്തിത്വം, ദൈവികമായ ദർശനമുള്ള വ്യക്തി, ദൈവികമായ കാഴ്ചപ്പാടുള്ള വ്യക്തി, ആത്മീയമായ ദർശനങ്ങളെ മുറുകെ പറ്റുന്ന, ആത്മീയമായ ദർശനങ്ങളെ പ്രാപിച്ച് തൻ്റെ ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെയാണ് ആഹാബ് രാജാവും തൻ്റെ 450 അടങ്ങുന്ന ഒരു വലിയ കൂട്ടം ബാലിൻ്റെ പ്രവാചകന്മാരുമായിട്ട് കർമ്മേലിൽ വെച്ച് ഒരു മത്സരം നടക്കുകയാണ്. അത് പറയാൻ കാരണം ആഹാബ് രാജാവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന്. അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ആഹാബ് രാജാവിൻ്റെ പ്രവാചകന്മാരും ഏലിയാവെന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഒരേ ഒരു പ്രവാചകനും കർമ്മേലിൽ ഒരു യാഗപീഠം ഒരുക്കുകയാണ്. പ്രഭാതം മുതൽ മധ്യഘട്ടം വരെ, ഉച്ചവരെയുള്ള സമയം ബാലിൻ്റെ പ്രവാചകന്മാർക്ക് കൊടുത്തു. അവർ നിലവിളിച്ചു, യാഗം കഴിച്ചു. ദൈവം പ്രസാദിച്ചില്ല. അതിനുശേഷം ഏലിയാവ് തൻ്റെ സമയമായപ്പോൾ 2 സയ വിത്ത് വിതയ്ക്കാനുള്ള തോടുണ്ടാക്കി, അതിൻ്റെ മധ്യത്തിൽ യാഗപീഠം ഒരുക്കി, അതിൻ്റെ മധ്യത്തിൽ വിറകടുക്കി, മാംസങ്ങളടുക്കി, അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യഹോവേ, ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, നീ തീ കൊണ്ട് ഉത്തരം അരുളണമേ എന്ന്. നിന്റെ പ്രവർത്തികൾ ഈ ജനം കാണേണ്ടതിന്, നിന്റെ അത്ഭുതം ഈ ജനം അറിയേണ്ടതിന്, നീ പ്രവർത്തിക്കുന്നവനാണെന്ന് മനസ്സിലാക്കേണ്ടതിന് നിന്റെ തീ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിൽ നിന്നും തീ ഇറങ്ങി യാഗപീഠം ദഹിച്ചു. അപ്പോൾ ദാവീദ് പറഞ്ഞതുപോലെ, യഹോവേ, നിന്റെ പ്രവർത്തികൾ എത്രയോ വലുതാണ്. ഏലിയാവെന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടു പോയ മനുഷ്യനാണ്. വിശ്വാസികളുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യനാണ്. വീട്ടുകാരുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യനാണ്. പ്രാർത്ഥനക്കാരുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ്. എല്ലാവരും ഒറ്റപ്പെട്ടു പോയപ്പോൾ ദൈവം തന്നെ ചേർത്ത് പിടിച്ചു, തൻ്റെ മാറോട് അണച്ചു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു.
ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, ഒരു കാലഘട്ടത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, ഒരു കാലഘട്ടത്തിൽ ഉപവാസമുണ്ടായിരുന്നു, ഒരു കാലഘട്ടത്തിൽ അത് വേർതിരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളുണ്ടായിരുന്നു. ഇപ്പോഴതുണ്ടോ? വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഈ നാളുകളിൽ ഒന്ന് ഉണരേണ്ടത് ആവശ്യമാണ്, മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. 5-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, എൻ്റെ സങ്കടയാചന നീ കേൾക്കണമേ എന്നാണ്. എൻ്റെ സങ്കടയാചന, ഈ ജനത്തെക്കുറിച്ചുള്ള സങ്കടം, കുടുംബത്തെക്കുറിച്ചുള്ള സങ്കടം, മക്കളെക്കുറിച്ചുള്ള സങ്കടം, അത് നീ കേൾക്കണം. നീ കേൾക്കാതിരിക്കരുത്, നീ മറഞ്ഞിരിക്കരുത്. 70-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവേ നീ താമസിക്കരുത്, നീ വേഗം വരുമാറാകണമേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ അനവധിയായിരിക്കുന്ന പ്രതിസന്ധികളുണ്ട്. ഈ ലോകത്തിൻ്റെ ശക്തികൾ പല വിധത്തിലുള്ളതായ ധരണികൾ കൊണ്ടുവന്ന് നമ്മെ തളർത്തുമ്പോൾ തളർന്നു പോകാതെ വിശ്വാസത്തോടെ മുന്നോട്ട് കടന്നു പോകണം. കഴിഞ്ഞകാല ഭക്തന്മാർ അവരുടെ ജീവിത യാത്രയിൽ അവർ യേശുവിനെ നോക്കി. അതുകൊണ്ട് പാട്ടുകാരൻ പറഞ്ഞത്, പൂർവികരായിരിക്കുന്ന വിശുദ്ധന്മാർ യേശുവിനെ നോക്കി. ലോകമ ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടൂ രക്ഷകനായി, അന്ത്യശ്വാസം വരെയും എൻ്റെ ജീവൻ വെച്ചിടൂ രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. കഴിഞ്ഞകാല ഭക്തന്മാർക്ക് പറയാൻ ഒരു ദർശനമുണ്ടായിരുന്നു, പറയുവാൻ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, പറയുവാൻ വചനത്തിന് ശക്തി ഉണ്ടായിരുന്നു, പറയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറമുണ്ടായിരുന്നു. വഴിയിൽ തളർന്നു പോകുന്ന വിശ്വാസമായിരുന്നില്ല, പാതി വഴിയിൽ തകർത്ത് കളഞ്ഞതായിരുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ഓട്ടം ഓടി, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് പറഞ്ഞത്, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ സങ്കടയാതന കേൾക്കണമേ, എൻ്റെ കണ്ണുനീര് കണ്ട്, എൻ്റെ വേദനകളെ കണ്ട് നീ വേഗം വരുമാറാകണമേ. പലവിധമായ പ്രശ്നങ്ങളുടെ നടുവിൽ ഉഴലുന്ന അവസ്ഥയാണ്. പല ചിന്തകൾ തളർത്തുകയാണ്, പല ഭാരങ്ങൾ ഉറക്കം നഷ്ടപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിലേക്ക് അടുത്ത് വരിക. ദാവീദ് പറഞ്ഞു, യഹോവേ നിന്റെ പ്രവൃത്തികൾ വലുതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി, മനസ്സിൽ വിചാരിക്കുന്നതിനപ്പുറത്ത് നീ നടത്തി. രോഗങ്ങളൊക്കെ ഉണ്ടാകാം, ഭാരങ്ങളുണ്ടാകും, പ്രയാസമുണ്ടാകും. വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ നിന്നുകൊണ്ട് നല്ല പോലെ പൊരുതുവാൻ ദൈവകരങ്ങളിൽ കേൾപ്പിക്കുമ്പോൾ 2021 ഒരു അനുഗ്രഹ വർഷമാകട്ടെ. പല പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ പ്രാർത്ഥിച്ച വിഷയത്തിനൊക്കെ മറുപടി ലഭിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട്. പ്രാർത്ഥനയുടെ മറുപടി, ഉപവാസത്തിൻ്റെ വിടുതലുകൾ. ഇന്ന് ഏത് വിഷയത്തിൻ്റെ മധ്യത്തിലാണ് ഭാരപ്പെടുന്നത്? മക്കളെക്കുറിച്ചാണ്, ജോലിയെക്കുറിച്ചാണ്, ഭവനത്തെക്കുറിച്ചാണ്, മാതാപിതാക്കളെക്കുറിച്ചാണ്, രോഗത്തെക്കുറിച്ചാണ്, അവസ്ഥകളെക്കുറിച്ചാണ്. ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്കടുത്ത് വരാം. അവൻ ശക്തീകരിക്കട്ടെ. യഹോവേ നിന്റെ പ്രവൃത്തികൾ വലിയതാകുന്നു. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയപ്പോൾ തീയിറങ്ങി ദൈവത്തിൻ്റെ മഹത്വം തൻ്റെ ജനങ്ങൾ കണ്ടു. സകല ജനങ്ങളും കവന്നു വീണ് പ്രകാരം പറഞ്ഞു, യഹോവേ നീ തന്നെ വലിയ ദൈവം, നീ തന്നെയാണ് ദൈവം. ചെങ്കടലിൽ 2 ഭാഗിച്ച ആ ദൈവം, ഏലിയാവിൻ്റെ തീയിറക്കി തൻ്റെ ജനത്തെ സംരക്ഷിച്ച ആ ദൈവം
ഒരു ദൈവദാസന്റെ കണ്ണുനീരും വ്യഥകളും നൊമ്പരങ്ങളും അറിഞ്ഞു ഭവനത്തിൻ്റെ ഉള്ളറകളിൽ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുവാൻ, ഭവനത്തിലേക്ക് ഇറങ്ങി വരുവാൻ, ജോലിസ്ഥലത്തേക്ക് ഇറങ്ങി വരുവാൻ, രോഗ കിടക്കയിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. നിന്റെ പ്രവൃത്തികൾ വലുതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഒരുപാട് ഭക്തന്മാരുടെ വിഷയങ്ങളുണ്ട്. സമയത്തിൻ്റെ പരിധികൾ കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നിന്റെ പ്രവൃത്തികൾ, അതാണ് ശന്ദ്രക്കും മേശക്കും പറഞ്ഞത്. നാലാമനായി ഒരുവൻ അഗ്നിയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം, ഞങ്ങളെ വിടിവിക്കുവാൻ. ആ വിടുതലിനായി നമുക്ക് കാതോർക്കാം, കണ്ണുകളെ ദീർഘവീക്ഷണത്തോടെ കൊണ്ടുവരാം. മനസ്സിൻ്റെ ഗതികളെ, കലഗതികളെ മാറ്റി, ചിന്തകളെ മാറ്റി പുതിയൊരു അനുഭവമായി നമുക്ക് അവൻ്റെ അടുത്ത് വരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേൾക്കുന്ന വത്സല്യ സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും വിദേശത്തും ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെയായി ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, കുടുംബമായി വസിക്കുന്നവർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. കോവിഡിൻ്റെ വ്യാപനത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, മരണത്താൽ ദുഃഖവും വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരെല്ലാം ഞങ്ങൾക്ക് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളെ അനുദിനം നടത്തുകയും പരിപാലിക്കുകയും കരുതുകയും ചെയ്ത് ഞങ്ങളെ ഓരോ നിമിഷവും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദ് പറഞ്ഞ യഹോവേ, നിന്റെ പ്രവൃത്തികൾ അത്യന്തം വലിയത് തന്നെ. ആ വലിയ അത്ഭുതങ്ങൾ ഏലിയാവിലൂടെ ഞങ്ങൾ കണ്ടു. അപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലും ആ ഏലിയാവിനെ പോലെ പ്രാർത്ഥന കുറഞ്ഞിരിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയുള്ളവരായി, വിശ്വാസം കുറഞ്ഞിരിക്കുന്നുവെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നവരായി, പ്രത്യാശ കുറഞ്ഞിരിക്കുന്നെങ്കിൽ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നവരായി ഈ നാളുകളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് രക്ഷകൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം ശക്തീകരിക്കട്ടെ. ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. വിവാഹം വാർഷികം ആഘോഷിക്കുന്നവരുണ്ട്, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബങ്ങളെ, എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളെയും ഈ സമയത്ത് എൻ്റെ ലിസ്റ്റിലുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുവേ. സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുവേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകുന്നേ. ആയിരമായിരം അരികിലുണ്ടെങ്കിലും രക്ഷകൻ വിളിച്ചാൽ പോയേ തീരൂ. ആയിരമായിരം അരികിലുണ്ടെങ്കിലും രക്ഷകൻ വിളിച്ചാൽ പോയേ തീരൂ. ഈ ലോകമെല്ലാം നേടിയാലും
യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, എല്ലാ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് യേശു പോയതുപോലെ വീണ്ടും മടങ്ങി വരും. മരണമേ നിൻ ജയമെവിടെ, മനുഷ്യ നിന്ദന സുഖമെവിടെ. മരണമേ നിൻ ജയമെവിടെ, മനുഷ്യ നിന്ദന സുഖമെവിടെ. കാഹളനാദം മുഴങ്ങുമ്പോൾ കാന്താ നീ എന്നെ തള്ളരുതേ. കാഹളനാദം മുഴങ്ങുമ്പോൾ കാന്താ നീ എന്നെ തള്ളരുതേ. കാന്താ നീ എന്നെ തള്ളരുതേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകും നേ. മണിയറവാസം ചെയ്തിടുവാൻ മണവാളനെ മനമുരുകും നേ. സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ